വഖഫ് ബിൽ നിയമത്തെ എന്തിനാണ് തമിഴ്നാടും ജമ്മു കാശ്മീരും ഇത്രമേൽ ഭയക്കുന്നത്? നിയമത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾ ഭരണഘടനയാണ് അവഹേളിക്കുന്നത്. ജമ്മു കാശ്മീർ നിയമസഭയിൽ വഖഫ് ബില്ലിനെതിരായ പ്രതിപക്ഷ നീക്കത്തിനെതിരെ ഇപ്പോൾ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് BJP MP ആയ സുധാംശു ത്രിവേദി. ഈ സംസ്ഥാനത്തെ സർക്കാരുകൾ തികഞ്ഞ അവഹേളനമാണ് കാണിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭരണഘടനാപരമായി സ്ഥാപിതമായ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് വഖഫ് ബിൽ പാസാക്കിയിരിക്കുന്നതും. എന്നാൽ തമിഴ്നാട് സർക്കാർ ആയാലും ജമ്മു കാശ്മീർ ആയാലും അതിനെ എതിർക്കുന്ന സംസ്ഥാന സർക്കാരുകളുണ്ട് എന്നും ഭരണഘടനയോട് അവർക്ക് കടുത്ത അവഹേളനമുണ്ട് എന്നതാണ് ഇത് വ്യക്തമാക്കി കാണിക്കുന്നതും. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമത്തെ എതിർക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരുവിധ അധികാരവുമില്ല. ജമ്മു കാശ്മീർ നിയമസഭയിൽ കണ്ട പോലെ തന്നെ അവർ പാർലമെന്റ് പാസാക്കിയ ബില്ലിനെ കോപ്പി അത് കീറി മുറിക്കുന്നുണ്ടെങ്കിൽ അത് ഭരണഘടന അപകടത്തിലാക്കുകയാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് എന്നതാണ് BJP ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും. അതേസമയം വഖഫ് ബില്ലിനെ എതിർക്കുന്നവർ ഒന്നടങ്കം പറയുന്നത് BJPയുടെ ലക്ഷ്യം മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കവർന്നെടുക്കാൻ വേണ്ടിയാണ് എന്നതാണ്. എന്നാൽ ഈ നിയമത്തിലൂടെ വഖഫ് ബോർഡുകൾക്ക് പിന്നിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ അതിന് കടിഞ്ഞാണിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കമെന്നതും ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ബില്ല് നിയമമായതോടെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷ സംഘടനകൾ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തെത്തുകയാണ് ചെയ്യുന്നതും. അതുപോലെ അഹമ്മദാബാദിലും കൊൽക്കത്തയിലും അടക്കം, അതുപോലെ റാച്ചിയിലും ബീഹാറിലെ ചില കേന്ദ്രങ്ങളിലും വൻ പ്രതിഷേധമായിരുന്നു ഉയർന്നതും. വഖഫ് ബിൽ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു തെന്നിന്ത്യൻ നടനും തമിഴക വ്യക്തി കഴകം നേതാവുമായ വിജയ് ശക്തമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊൽക്കത്ത നഗരത്തിൽ വിവിധ ന്യൂനപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വൻ റാലിയായിരുന്നു അരങ്ങേറിയതും. ദേശീയ പതാകയും വഹിച്ചുകൊണ്ട് നിരത്തുകളിൽ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയ കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതേസമയം വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടും സ്റ്റേ ചെയ്യുവാനും മറ്റ് ഇളവുകൾ നൽകുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് 8 ഹർജികളായിരുന്നു സുപ്രീം കോടതിയിൽ നൽകിയിരുന്നതും. എന്നാൽ ഇതിന്മേൽ ഹർജി ഉടൻ പരിഗണിക്കില്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നതും. ഇവയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യവും കോടതി നിരസിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇസ്ലാമിക സംഘടനയായ ജമിയത്ത് ഉലമ ഹിന്ദ് അതിന്റെ പ്രസിഡന്റായ മൗലാന അർഷദ് മദനിക്ക് വേണ്ടിയായിരുന്നു കപിൽ സിബൽ സുപ്രീം കോടതിയെ സമീപിച്ചതും. കോൺഗ്രസ് ലോക്സഭ MP ആയ മുഹമ്മദ് ജാവേദ്, അതുപോലെ തന്നെ MP അസറുദ്ദീൻ ഒവൈസി, NGO അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, അതുപോലെ AAP MLA അമാനത്തുള്ള ഖാൻ എന്നിവരും വഖഫ് ഭേദഗതി നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയാണ് ചെയ്തത്. അതേസമയം വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജിക്ക് അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നതും. ഈ ഹർജികൾ സാധാരണ രീതിയിൽ സമയമാക്കുമ്പോൾ മാത്രം പരിഗണിക്കുമെന്നും ഹർജികൾ ലിസ്റ്റിംഗ് നടത്തുന്നതിന് ശക്തമായ ഒരു സംവിധാനം നിലവിലുണ്ട്, അതനുസരിച്ചുള്ള സമയത്ത് വിഷയം പരിഗണിക്കാം എന്നതാണ് സുപ്രീം കോടതി ഹർജിക്കാരെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതും. അതുപോലെ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വിവിധ ഹർജിക്കാർക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാക്കളുമായ കപിൽ സിബൽ, അഭിഷേക് മുൻ സ്വിംഗി തുടങ്ങിയവരാണ് ഹർജിയിൽ അടിയന്തരവാദം കേൾക്കൽ വേണമെന്നുകൊണ്ട് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതും. എന്നാൽ ഈ ആവശ്യം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിരസിക്കുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.